ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 ക്ലാസ്സിലെ ചാപ്റ്റർ 1 മാത്സിൻ്റെ ചാപ്റ്റർ 1 ആയിട്ടുള്ള സെറ്റ്സിൻ്റെ ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കാൻ പോകുന്നു. +1 റിസൾട്ട് വന്നതിന് ശേഷം നടക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രീവിയസ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ മെയിൻ മാർച്ച് മാസം നടക്കുന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമയം കളയാണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് 1,2 ആണ്, ആൻഡ് ബി മൈനസ് എ എന്ന് പറയുന്നത് 4,5 ആണ്, ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 7,8, സെറ്റ് 7,8 ആണ്. ദെൻ ദി സെറ്റ് ബി ഈസ്, ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെറ്റ് ബി കണ്ടുപിടിക്കാനാണ്. നമുക്ക് എ മൈനസ് ബിയും അറിയാം, അതുപോലെ തന്നെ ഏത് പറയാം, ബി മൈനസ് എയും അറിയാം. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയും അറിയാം. അങ്ങനെയാണെങ്കിൽ സെറ്റ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. എന്താണ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എയിൽ നിന്ന് ബിയിലെ എലമെൻറ്റുകൾ മാറ്റിയതിന് ശേഷം കിട്ടുന്നത്, അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബിയിലെ എലമെൻറ്റുകളെല്ലാം കുറച്ച് കട്ട് ചെയ്ത് കളയുക, അത് കഴിഞ്ഞ് കിട്ടുന്നതാണ് എ മൈനസ് ബി. സിമിലർലി ബി എന്ന് പറയുന്നതിൽ നിന്ന് എയിലെ എലമെൻറ്റുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് കിട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത് ബി മൈനസ് എ. അപ്പോൾ ബി മൈനസ് എ നമുക്കറിയാം. അപ്പോൾ ബിയിലുള്ള 2 എലമെൻറ്റുകളാണ് ആരെന്ന് പറയുന്നത് 4,5. എയിലെ എലമെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിയിൽ കിടക്കുന്ന 2 എലമെൻറ്റുകളാണ് 4,5. ഇനി നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകളാകുമ്പോൾ നമുക്ക് ഈ സെറ്റിൽ ബി എന്ന് പറയുന്ന സെറ്റാണ് നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീൻ്റെ സെറ്റിൽ ആര് വരും? 7,8 എന്തായാലും വരുമല്ലോ, ഇൻ്റർസെക്ഷനിലുണ്ട്. പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്നും കൂടെ പറയുകയാണെങ്കിൽ പറയാം, എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നതാണ് എ മൈനസ് ബി. സിമിലർലി ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എയിലെ എലമെൻറ്റുകൾ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് 4,5. ഓക്കെ, ദെൻ രണ്ടിലും എയിലും ബിയിലും ഒരുപോലെയുള്ള അംഗങ്ങളാണ് 7,8 എന്ന് പറയുന്നത്. അപ്പോൾ 7,8 എന്തായാലും ബിയിലുണ്ട്, 4,5 ബിയിലുണ്ട്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. 4,5, 7,8 ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സെറ്റ് എൽ ഇസ് ഈക്വൽ ടു എ, ബി, സി, ഡി ആൻഡ് എം ഇസ് ഈക്വൽ ടു സി, ഡി, ഇ, എഫ്, എൻ ഇസ് ഈക്വൽ ടു എ, സി. ഇതാണ് 3 സെറ്റുകൾ തന്നിരിക്കുന്നത്. നമ്മളടുത്ത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എൽ മൈനസ് എം യൂണിയൻ എൻ ഈക്വൽ ടു എൽ മൈനസ് എം ഇൻ്റർസെക്ഷൻ എൽ മൈനസ് എൽ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും എന്താണ്, ബ്രാക്കറ്റുകളാണ് ആദ്യം ചെയ്തു പോകേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യാം. ഓക്കെ, ആദ്യം സോൾവ് ചെയ്യേണ്ട ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എം യൂണിയൻ എൻ എടുക്കാം. എം യൂണിയൻ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എമ്മിലും എന്നിലും ഉള്ള ആളുകളെയാണ് നമ്മൾ എം യൂണിയൻ എൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ രണ്ടിലും വരുന്ന ആളുകളെയാണ് എഴുതേണ്ടത്. അപ്പോൾ എം യൂണിയൻ എൻ നമുക്ക് ആദ്യം ചെയ്യാം. എം യൂണിയൻ എൻ ആരാണ്? എ, സി, ഡി, ഇ, എഫ് ആണല്ലോ. എ, സി, ഡി, ഇ, എഫ് ആണ് എം യൂണിയൻ എൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് എൽ മൈനസ് എം ചെയ്ത് നോക്കാം. എൽ മൈനസ് എം ചെയ്ത് നോക്കാം. എൽ മൈനസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എമ്മിലെ എലമെൻറ്റുകളെല്ലാം കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പോൾ എൽ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എമ്മിലെ എലമെൻറ്റുകൾ എമ്മിലെ എലമെൻ്റ് ആയിട്ടുള്ള സി നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എമ്മിലെ എലമെൻ്റ് ആയിട്ടുള്ള ഡി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് കിട്ടിയേക്കുന്നത് ആരാണ്? ബാക്കി കിട്ടിയേക്കണമെന്ന് പറയുന്നത് എ സെറ്റ് എ, ബി ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ അടുത്ത ബ്രാക്കറ്റ് ചെയ്ത് നോക്കാം. എൽ മൈനസ് എൻ ആണ്. എല്ലിൽ നിന്ന് എന്നിലെ എലമെൻറ്റുകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്നിലെ എലമെൻ്റ് ആരൊക്കെയാണ്? എന്നിലെ എലമെൻ്റ് എന്ന് പറയുന്നത് എ കട്ട് ചെയ്യണം. എ കട്ട് ചെയ്ത് കഴിഞ്ഞു, സി കട്ട് ചെയ്ത് കളയണം. ബാക്കി കിടക്കുന്ന ആരൊക്കെയാണ്? ബിയും ഡിയും മാത്രമാണ്. ഓക്കെ,
ബി കൊമ ഡി ആണ് അവിടെ മിച്ചം കിടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രാക്കറ്റുകളെല്ലാം ചെയ്തു. ഇനി നമുക്ക് എൽ എച്ച് എസും ആർ എച്ച് എസും ചെയ്തു വരാം. എൽ എച്ച് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, ഈ ഭാഗമാണ് ചെയ്യേണ്ടത്. അതായത് എൽ മൈനസ് എം യൂണിയൻ എൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൽ മൈനസ് എം യൂണിയൻ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ സാധനം ഇതാണ് എം യൂണിയൻ എന്ന്. ഇത് ഏതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക? എല്ലിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒന്ന് ഞാൻ മാച്ച് കളയാം. ഈ ഭാഗങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലിൽ നിന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ കട്ട് ചെയ്യണം? എം യൂണിയൻ എന്നിൽ എ ഉണ്ട്. അപ്പോൾ എനെ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയണം. ദെൻ അതിൻ്റെ ഉള്ളിൽ ബി ഇല്ല, അപ്പോൾ ബി നമുക്ക് റിട്ടൈൻ ചെയ്യിക്കാം. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ ഉള്ളിൽ ബി ഉണ്ടാകും. ദെൻ സി ഉണ്ടല്ലോ, സിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദെൻ ഡി ഉണ്ട്, ഡിയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എല്ലിൽ ബാക്കി നിൽക്കുന്നത് ആര് മാത്രമാണ്? ബി മാത്രമാണ്. സോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സെറ്റ് ബി ആണ്. ഇനി അടുത്ത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ആർ എച്ച് എസ് എന്ന് പറയും. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ എൽ മൈനസ് എം ഇൻ്റർസെക്ഷൻ എൽ മൈനസ് എൻ. അതായത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആരാണെന്ന് നോക്കാൻ പറഞ്ഞേക്കണേ. നമുക്ക് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ആരാണ്? ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ഒരാളേ ഉള്ളൂ, അത് സെറ്റ് ബി ആണ്. അപ്പം നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന് 2 മാർക്കാണ്. ഓക്കെ, ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം പറഞ്ഞിട്ടുള്ളത് ഇഫ് യു ഇസ് ഈക്വൽ ടു 0, 1, 2, 3, up to 6 ആണ്. ആൻഡ് എ ഇസ് ഈക്വൽ ടു 0, 1, 2, 3, 4 ആണ്. ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5. 5ൽ താഴെ വരുന്ന ഒരു പ്രൈം നമ്പർ. ഓക്കെ, അതാണ് എക്സ് എന്ന് പറയുന്നത്. എന്താ ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈം നമ്പറിന് 1ഉം ആ നമ്പറും അല്ലാതെ മറ്റ് ഫാക്ടറുകളൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതേണ്ടത് പ്രൈം നമ്പർ ലെസ് ദാൻ 5 ആണ് എഴുതേണ്ടത്. അപ്പോൾ റൈറ്റ് ബി ഇൻ ദി റോസ്റ്റർ ഫോം, അതിനൊരു മാർക്കുണ്ട്. അതായത് ബി എന്ന് പറയുന്ന സെറ്റിന് നമ്മൾ എന്ത് ചെയ്യുക? റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പോൾ ആരൊക്കെയാണ് 5ന് താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ്? 1 എഴുതാൻ തോന്നുമല്ലേ? 1 എഴുതരുത്. 1 പ്രൈം നമ്പർ അല്ല. ഓക്കെ, 1 നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് എന്നാണ് നമ്മൾ ചെറുപ്പം നാൾ മുതൽ പഠിച്ചിട്ടുള്ളത്. 1 പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 2ഉം 3ഉം ആണ്. ഓക്കെ, പ്രൈം നമ്പർ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ 2നെ നോക്കൂ, 1ഉം 2ഉം അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് ആരും അതിനില്ല. ഇനി 3നെ നോക്കൂ, 3ഉം 1ഉം അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് അതിനില്ല. അതുകൊണ്ടാണ് അതിനെ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞു. ബീനെ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇങ്ങനെ പെറുക്കി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെ നിരത്തി പിടിച്ച് സെൻറ്റൻസ് ആക്കി എഴുതുന്നതിനെ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. ഓക്കെ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് നമുക്ക് കിട്ടി 2, 3 ആണ്. അടുത്തത് നമ്മളോട് പറഞ്ഞേക്കുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം? എ കോംപ്ലിമെൻറ്റിനെ കണ്ടുപിടിക്കണം. എന്താ മക്കളെ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യുവിൽ നിന്ന്, യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെൻറ്റുകളെ കട്ട് ചെയ്ത് കളയുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, എയിലെ എലമെൻറ്റുകളെല്ലാം എന്താണ്? ഒഴിവാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം എയിലെ എലമെൻറ്റുകൾ. അപ്പോൾ 0 പോകും. ദെൻ 0 എയിലുണ്ടല്ലോ, 1 പോകും, 2 പോകും, 3 പോകും, 4 പോകും. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ ബാക്കി കിടക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? 5, 6 മാത്രമാണ് എ കോംപ്ലിമെൻറ്റിൽ കിടക്കുന്ന ആളുകളുള്ളൂ. ഓക്കെ, 5, 6 ആണ് എ കോംപ്ലിമെൻറ്റിൽ വരുന്ന ആളുകൾ. ദെൻ ബി കോംപ്ലിമെൻറ്റ് എടുക്കുക. ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കണമല്ലോ. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബിയിലെ എലമെൻറ്റുകൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബിയിലെ എലമെൻറ്റുകൾ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മാച്ച് കളയാം. ബിയിലെ എലമെൻറ്റുകൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ കട്ട് ചെയ്യണം? 2ഉം 3ഉം ആണല്ലോ. 2വിനെയും 3നെയും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി കിടക്കുന്ന ബി കോംപ്ലിമെൻറ്റിൽ ആരൊക്കെയാണ് കിടക്കുന്നത്? 0, 1, 4, 5, 6. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് വരുന്ന ആൾ ആരാ? കോമൺ ആയിട്ട് വരുന്നുള്ളത് 5ഉം 6ഉം മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. സോ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ആരാണ്? സെറ്റ് 5, 6 ആണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യം അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അടുത്തത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഡി മോർഗൻസ് ലോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം? ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ആരാണ്? എയിലെയും
ബിയിലെയും എലമെൻറ്റുകൾ ചേർത്ത് വെക്കുന്നതാണ്. ഇപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻഡെക്സ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ആരാണ്? എ തന്നെയാണ് അല്ലേ. 0, 1, 2, 3, 4 ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? യുവിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? ഇത്രയും ഭാഗത്തിന് മൈനസ് ചെയ്യാം. യുവിൽ നിന്ന് ഇത്രയും ഭാഗത്തിന് മൈനസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആരെയാണ് കിട്ടുന്നത്? 0, 1, 2, 3, 4 കട്ടാവും. ബാക്കി ആരാ ഉള്ളത്? 5ഉം 6ഉം മാത്രമാണുള്ളത്. സോ 5, 6. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 5, 6 ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. ഓക്കെ, അതായത് നമ്മൾ LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 4ാമത്തെ ചോദ്യം ഈ സൈഡിൽ ഞാനത് ഏത് വർഷം ചോദിച്ച ചോദ്യമാണെന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വന്നത്, വലിയ പ്രശ്നമുള്ള ചോദ്യങ്ങളൊന്നുമല്ല. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ചാപ്റ്ററിൽ. ദെൻ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ആൻസർ ദി ഫോളോയിങ്. റൈറ്റ് ദി സെറ്റ് A 1, 4, 9, 16 എക്സെട്ര അപ് ടു 100 ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അതിൻ്റെ ഉള്ളിലേക്ക്. 1 എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ ആണ്, 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്, 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ ആണ്, 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്, അപ് ടു 100 എന്ന് പറയുമ്പോൾ 100 10ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് എഴുതി വെച്ചിരിക്കുന്നത്, അപ് ടു 10 വരെയുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റും? സെറ്റിന് ഒരു പേര് കൊടുത്തോളാം. സെറ്റിന് പേര് ഓൾറെഡി ഉണ്ട്, എന്നുണ്ട്. സോ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ആരാണ്? n സ്ക്വയർ ആണല്ലേ, ഏത് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ്. പക്ഷേ എന്താണ് n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിലെ അംഗമല്ലേ. n എലമെൻറ്റ് ഓഫ് n ആൻഡ് എന്താണ് എന്നിൻ്റെ വാല്യൂ എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ്? 1 മുതൽ 10 വരെ മാത്രമേ ഉള്ളൂ. മൊത്തം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എല്ലാം എടുത്തേക്കുന്നത് 10 വരെ വെച്ചിട്ട് എന്ത് ചെയ്യണത്? സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. 10ൻ്റെ സ്ക്വയർ വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ, ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലുള്ള എക്സ്പ്ലനേഷൻ. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് 1, 2, 3. സെറ്റ് 1, 2, 3യുടെ സബ്സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സബ്സെറ്റുകൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യം, ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ആദ്യത്തെ സബ്സെറ്റ് ആരാണ്? ആദ്യത്തെ സബ്സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3. ഇതാണ് ഫസ്റ്റ് സബ്സെറ്റ് എന്ന് പറയുന്നത്. ദെൻ 5 എന്ന് പറയുന്നത് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്നൊക്കെ പറയുന്ന 5 എന്താണ്? 5 എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റാണ്. അടുത്ത അടുത്ത സബ്സെറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമ്മൾ 2 വീതമുള്ള ഗ്രൂപ്പുകളാക്കാം. 1, 2 ഒരു സെറ്റ് സബ്സെറ്റ് ആണല്ലോ. ദെൻ 2, 3 ഒരു സബ്സെറ്റാണ്. ദെൻ അടുത്തത് 1, 3 അടുത്ത സബ്സെറ്റാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇപ്പോൾ 2 വീതമുള്ളവരെ നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തത് 1 വീതമുള്ളവരെ എഴുതാം. സെറ്റ് 1, സെറ്റ് 2, ദെൻ സെറ്റ് 3. ഓക്കെ, സെറ്റ് 3. ഇത്രയുമാണ് ഇതിൻ്റെ സബ്സെറ്റുകൾ എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എത്ര എണ്ണം ഉണ്ടാവും? മൊത്തം 8 എണ്ണം ഉണ്ടാവും. 2⁻3 അല്ലേ, 2⁻3 ആണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6, 7, 8 സബ്സെറ്റുകൾ. 2⁻3 എന്ന് പറയുന്നത് 8 ആണ്. ക്ലിയർ ആയോ? ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ആൻസർ ദി ഫോളോയിങ് തന്നെയാണ്. റൈറ്റ് ദി സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദി സബ്സെറ്റ് ഓപ്പൺ ഇൻ്റർവൽ -1, 2 ഓഫ് ആർ. റിയൽ നമ്പേഴ്സിൽ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ അതായത് ഓപ്പൺ ബ്രാക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ബ്രാക്കറ്റ് -1, 2നെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഇതെങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അതിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഇവിടെ എന്താണ്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഞാനൊരു കാര്യം പറയാം. ഇനി ക്ലോസ്ഡ് ഇൻ്റർവൽ ആണെന്ന് വിചാരിക്കാം. ഇത് 1, 2 ഇങ്ങനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ ചെയ്യുന്നതെങ്കിൽ വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മളിത് എങ്ങനെ എഴുതും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്
എക്സ് എലമെൻ്റ് ഓഫ് ആർ എന്താണ് -1. ഓക്കെ, -1 ആണ് ഉദ്ദേശിച്ചത്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോഴാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അല്ലാത്ത പക്ഷം നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇടുന്നത് കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ കോമ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അപ്പോൾ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇടുന്നത് കേട്ടോ. ദെൻ അടുത്തതിലോട്ട് നോക്കാം, ബി പാർട്ടിലോട്ട് നോക്കാം. ഇവിടെ ലെറ്റ് യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 അപ് ടു 10 തന്നിട്ടുണ്ട്. ബി ദ യൂണിവേഴ്സൽ സെറ്റ് ഹാവിംഗ് സബ്സെറ്റ്സ് സെറ്റ് 1 3 5 7 9 ആൻഡ് സെറ്റ് ബി ഇസ് ഈക്വൽ ടു 5 6 7 8 9 10. ദെൻ ഫൈൻഡ് എ യൂണിയൻ ബി. നമ്മളോട് പറഞ്ഞേക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ യൂണിയൻ ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എലമെൻറ്റുകൾ എടുത്തെഴുതണം. 1, 3, 5, 6, 7, 8, 9, 10. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന യൂണിയനിൽ വരുന്ന ആളുകൾ. 1, 3, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് വേണ്ടത് എ കോംപ്ലിമെൻ്റ് ആണ്. അടുത്ത പാട്ട് നോക്കുക. എ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണം, ബി കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണം. അവരുടെ എ കോംപ്ലിമെൻ്റ് ആൻഡ് ബി കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിൽ നിന്ന് എയിലെ എലമെൻറ്റുകളെല്ലാം കട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, എല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സിനെ കട്ട് ചെയ്ത് കളയാണ്. 1, 3, 5, 7, 9. ബാക്കി കിടക്കുന്ന എല്ലാം എന്താണ്, ഈവൻ നമ്പേഴ്സാണ്. 2, 4, 6, 8, 10. ഇത്രയും പേരാണ് എ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്. ഇതിനടുത്തത് ബി കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത് ആരാന്ന് നോക്കാം. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബിയിലെ എലമെൻറ്റുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് മാച്ച് കളയാം, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ബി കോംപ്ലിമെൻ്റ് കട്ട് ചെയ്ത് കഴിയും. നിങ്ങൾ സ്കൂൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞോ കേട്ടോ, അപ്പോൾ മാച്ച് കളയാൻ എളുപ്പമുണ്ടല്ലോ. ബി കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലെ എലമെൻറ്റുകൾ യുവിൽ നിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 5, 6, 7, 8, 9, 10 ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി കിടക്കുന്ന ആരാണ്? 1, 2, 3, 4 ഇത്രയും കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിനും ആൻസറായി. ദെൻ നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? മൂന്നാമത്തെ പാർട്ടിൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എടുക്കണം. എ യൂണിയൻ ബി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് LHS ആദ്യം ചെയ്യാം. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് വരുന്നത്. LHS ഈക്വൽ ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അതായത് യുവിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്ത് കളയാം. യുവിൽ നിന്ന് മൈനസ് ചെയ്ത് കളയാൻ പറഞ്ഞാൽ എങ്കിൽ ഞാനത് മാച്ച് കളയാം. അപ്പോൾ 1 കട്ട് ചെയ്യുക, ദെൻ 3 കട്ട് ചെയ്യുക, 5 കട്ട് ചെയ്യുക, 6 കട്ട് ചെയ്യുക, 7, 8, 9, 10 കട്ട് ചെയ്യുക. ബാക്കി കിടക്കുന്നത് ആരാണ്? ബാക്കി കിടക്കുന്നതെന്ന് പറയുന്നത് 2, 4 ആണ് കിടക്കുന്നുള്ളൂ. ദെൻ നമുക്കിനി RHS കണ്ടുപിടിക്കാം. RHS ഇസ് ഈക്വൽ ടു എന്താണ്? എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ആകെ കോമൺ ആയിട്ട് വരുന്നത് 2ഉം 4ഉം മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. 2, 4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2026-ലെയും 2025-ലെയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്താൽ വീഡിയോ ഒരുപാട് ലെങ്തിയർ ആയിട്ട് പോകും. അപ്പോൾ പഠിക്കാനും ഒരു ചെറിയ മടുപ്പ് വരും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച്.